ആദ്യമായി അമ്മയ്ക്കും തിരുവുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അശ്വതി. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 18-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയും ആദ്യത്തെ സാക്ഷ്യവുമാണ്. ഞാൻ നേഴ്സായിട്ട് പൂനെയിൽ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു കുട്ടി താമസിക്കാൻ വേണ്ടി വന്നു. അവൾ അപ്പം എന്നും ഉടമ്പടിയുടെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ നേരത്തെ എന്നെ അടുത്ത് വിളിച്ചിരുത്തും. അങ്ങനെ പ്രാർത്ഥനയിൽ ഇവൾ പ്രാർത്ഥിക്കുന്ന ഈ പച്ചത്തിരിയും നീലത്തിരിയും ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. പ്രാർത്ഥന കഴിഞ്ഞ് ഇവൾ ഉപ്പും തൈലവും ഒക്കെ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് തരുമായിരുന്നു. അതുപോലെ ഇവൾ ജോലിക്കൊക്കെ പോകുമ്പം മാതാവിൻ്റെ ആ ഒരു രൂപം അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇവൾ ജോലിക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഓരോന്നൊക്കെ കൊണ്ടിട്ട് മാതാവിൻ്റെ ഈ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ ഞാനിങ്ങനെ അവിടെ അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവളെ വഴക്കും ഞാൻ പറയും, എന്തിനാ ഇവിടെ കൊണ്ടുവച്ചതെന്നൊക്കെ. അങ്ങനെ ഞാനിങ്ങനെ അത് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഈ മാതാവിനെ ഞാൻ ശ്രദ്ധിച്ചു. ഒരു സിൽവർ ഗ്രേ കളറിലുള്ള മാതാവ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല, ഇങ്ങനൊരു മാതാവിനെ. അപ്പം എനിക്കൊരു ഭയങ്കര കൗതുകം തോന്നി ഈ മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. അപ്പോൾ ഇവളിങ്ങനെ കൃപാസനത്തിനെ കുറിച്ചൊക്കെ പറയുകയും ഇവിടുത്തെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ സൗദിയുടെ എക്സാമിന് പഠിക്കാൻ വേണ്ടി ഇതിലെയാണ് പോകുന്നത്. ബസ് വെച്ച് കണ്ടക്ടർ പറയുന്നു, കൃപാസനത്തിൽ ഇറങ്ങാനുള്ളവരാരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണമെന്നും പറഞ്ഞ് ഞാനന്നേരം ഇങ്ങോട്ട് നോക്കി ബസ്സിലിരുന്നോണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൈ നനയാതെ മീൻ പിടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ കൺമുമ്പിൽ കൂടെ ഒന്ന് കാണിച്ചു തരണേ എന്ന് ഞാൻ ഇത്രയൊന്ന് പ്രാർത്ഥിച്ചു. എക്സാമിന് എനിക്ക് മുംബൈയിലാണ് സെൻറ്റർ കിട്ടിയത്. ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് എല്ലാവരും ഇവിടെ ഉടമ്പടി എടുത്ത ആരെല്ലാം അവിടെ കാണും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ മുംബൈയിൽ ഒരു കുട്ടി, ഞങ്ങൾ ആകെ 3 മലയാളികളാണ് അന്നത്തെ ദിവസം എക്സാം സെൻറ്ററിൽ മലയാളികളായിട്ട് വന്ന മുംബൈയിൽ. അതിലൊരു കുട്ടി ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു. ഇവിടുത്തെ കാശുരൂപവും 10 മണി കൊന്തയുമായിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്നു. ആ കൊന്തയിൽ മാതാവിൻ്റെ ആ ലോക്കറ്റ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുമായിരുന്നു. എൻ്റെ തൊട്ടിപ്പുറത്ത് ആ കുട്ടി വന്നിരുന്നത്. അവളുടെ പേര് വിളിച്ചപ്പോൾ ഇവൾ ഈ കൊന്തയും ആ ഒരു കാശുരൂപവും എൻ്റെ അടുത്ത് ആ ചെയറിൽ വെച്ചിട്ട് ഇവൾ പോയി. ഞാൻ ഈ കൊന്തയെ നോക്കി ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൊന്തയില്ല, മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഇല്ല, ഞാൻ മാതാവിനെ വിശ്വസിക്കുക, ഇവിടുത്തെ എക്സാമിന് വരുന്നതെല്ലാം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചതിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാൻ പറ്റി. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു